ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാം ഉണ്ടായിരുന്നല്ലേ, ഗപ്പി ഫാമും. ഗപ്പി ഫാം മോൺസ്റ്റർ ഫിഷ് ബെറ്റാസിനൊക്കെ വളർത്തിയിരുന്നതാണ്. കുറച്ച് നാളായിട്ട് നമ്മുടെ ഗപ്പീസ് ഇല്ല നമ്മുടെ ഇതിൽ. ഗപ്പി ഫാം നിന്നുപോയി പല സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പി ഫാം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. നമ്മുടെ ഗപ്പീസിനൊക്കെ കൂടുതൽ ഒരു 2 പേരെങ്കിലും ഇന്ന് വാങ്ങിച്ചിട്ട് ഗപ്പി ഫാം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതേ നമ്മുടെ ഫാം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫാമിൻ്റെ സ്ഥലമൊക്കെ ആകെ കാടൊക്കെ പിടിച്ച് കെടുക്കായിരുന്നു. പിന്നെ ടാങ്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞൊക്കെ കെടുക്കായിരുന്നു. അപ്പം നമ്മൾ അതേ കുറച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് സ്ഥലങ്ങൾ. നമ്മുടെ ടാങ്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെയായിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 ടാങ്കൊക്കെ കഴുകി വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ഇന്ന് ഗപ്പി ഫാം തുടങ്ങാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിച്ചിരുന്ന 2 ടാങ്കുകളാണ് കേട്ടോ, 2 ടബുകളാണിത്. നമ്മുടെ ഗപ്പീസിനെയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലാണ് നമ്മൾ ഫൈറ്റർ ബ്രീഡിംഗ് ഒക്കെ ചെയ്യാമെന്ന് വെച്ചിരുന്നത്. ഒക്കെ അങ്ങനെ നിന്ന് പോയി. അപ്പോൾ നമ്മൾ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഈ 2 ടബ് വെച്ചിട്ടാണ് കേട്ടോ. ഈ 2 ടബിൽ നമ്മൾ ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലാണ് ഇന്ന് ഫാം തുടങ്ങാൻ പോണത്. അപ്പോൾ ഇത് ആദ്യം നമുക്കിത് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബെറ്റ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. എന്തായാലും നമ്മൾ ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യണില്ല. ഇപ്പം നമുക്ക് ഇത് 2 ക്ലീൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് കഴുകാവുന്നതേ ഉള്ളൂ. കാര്യമായ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബർ ഇട്ട് പിടിച്ചാൽ മതി, പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 ടാങ്കും കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിത് നമ്മൾ ആവശ്യത്തിന് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് പ്ലാന്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ സെറ്റപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മീനുകളെ മേടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പ്ലാന്റ്സും കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്ലാന്റ് കളക്ട് ചെയ്യാൻ പോകുന്നത് വേറെ എവിടെ നിന്നല്ല, നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഈ അക്വേറിയം കുറേ പേർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഇതിൻ്റെ അക്വേറിയത്തിൻ്റെ അടിയിൽ പൊട്ടിക്കെടുക്കണോണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ്. പക്ഷേ ഇതിലിപ്പോൾ മഴവെള്ളമൊക്കെ നിന്ന് തങ്ങി നിൽക്കുന്നുണ്ട്. കുറേ അഴുക്കൊക്കെ കയറിയിട്ട് ആ ഗ്യാപ്പിലൊക്കെ ഫില്ലായിട്ട് ഇപ്പോൾ ലീക്കിംഗ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ലീക്ക് ഔട്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ച് ഓക്സിജൻ ഫോക്സ് ടെയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗപ്പികൾക്ക് ഏറ്റവും നല്ലത് ഫോക്സ് ടെയിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ബ്രീഡ് ആയി കഴിയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ചിരിക്കാനായിട്ട് കറക്റ്റ് പക്ക സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കൂടുതലും മെയിനായിട്ട് ഇതന്നെ നമ്മുടെ പുതിയ ഫാമിലിയിലെ ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അക്വേറിയത്തിൻ്റെ ഇതിൽ 1-2 തവളകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ചാടി മറയണമൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെണ്ണം ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അയ്യോ, എന്തോ വീണല്ല. ശംഖ് ഗൈസ്. അത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ ഫാമിലേക്ക് കടക്കുന്നത് ഇങ്ങനെയുണ്ട് ഇവിടെ. പക്ഷെ പുല്ലൊക്കെ ആയി. നമ്മൾ അവിടെ മാത്രം വൃത്തിയാക്കിയിട്ടുള്ളൂ. ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഒക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ സാധനം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഐശ്വര്യമായിട്ട് നമുക്ക് ഉദ്ഘാടിച്ചു കൊടുക്കുക. അതിലേക്ക് ദൈവം വീണിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കുക. അതും അടിപൊളി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇത്തിരി കറുത്തതാണ്. അതപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ വെള്ളം ഫുള്ള് വീണ്ടും അഴുക്കായില്ല, സീനില്ല. പോട്ടെ, അതിന് ആവശ്യമില്ല. നമുക്ക് നല്ല പച്ച മാത്രം ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഇതും കുഴപ്പമില്ല. അപ്പം ഇനി ഇതും വന്ന് പുതിയതൊക്കെ മുളച്ച് വന്നോളൂ. പക്ഷെ ഗൈസ്, ഒരു അബദ്ധം പറ്റി. നമ്മുടെ വെള്ളം ആകെ കലങ്ങിട്ടാ ആ കറുത്തതിട്ടപ്പം. എന്തായാലും കുഴപ്പമില്ല. ഇത് വേറെ 2 പ്ലാന്റും കൂടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ആമ്പലിൻ്റെ തയ്യും എടുക്കുന്നുണ്ട്, അതും ഫിക്സ് ചെയ്യാം. ഇതിന് അവരുടെ ഇടല്ലേ, അതും കൂടെ നമുക്ക് ഇറക്കി കൊടുക്കാം. അതും വീണുണ്ട്. പിന്നെ ഇത് ആവശ്യമില്ല, ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്രിഡ്ജീസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അവിടെ അറ്റത്ത് ഒരു തവള ഇരിക്കുന്നുണ്ട്. ഒന്നല്ല, അറ്റത്തിൽ ഒരു 5-6 തവളെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവും. കാരണം ഇടയ്ക്കിടയ്ക്ക് മറയണതാണ്. പിന്നെ ഇതിലും അത്യാവശ്യം പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതേ നമ്മുടെ അക്വേറിയം നമ്മൾ ലാസ്റ്റായിട്ട് സെറ്റ് ചെയ്ത അക്വേറിയം ഇവിടെ നിന്ന് വെയിലാണ് കേട്ടോ. ഉള്ളിൽ കയറി കാണിച്ചു തരാം. അപ്പോൾ അതേ ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത അക്വേറിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ആൽഗയൊക്കെ ആയി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മറിയിട്ട് കൊടുക്കണം. പിന്നെ മേലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചും വെക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയാലെ സെറ്റാക്കാം.
കണ്ട കല്ലുമ്മളൊക്കെ നല്ല ഭംഗിയായി ആൽഗിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം വലുതായിട്ടൊക്കെ ഉണ്ട്. ഇതിൽക്കും നമുക്ക് എന്തെങ്കിലും ചെറിയ മീനുകളൊക്കെ മേടിച്ചിടണം ഗൈസ്. അപ്പോൾ അത് നമുക്ക് മേടിക്കാം. പിന്നെ ഇതേ നമ്മുടെ റോളക്സ് ചെയ്യണ പണി എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാ ചെടിയും കടിച്ച് പറിച്ച് മേലേക്ക് ഇടും കേട്ടോ. കണ്ടോ ഇപ്പോൾ ഒറ്റ ചെടിയില്ല അക്വാറിയത്തിൽ, എല്ലാം കടിച്ച് പറിച്ചിട്ട്. ബാക്കി വെള്ളത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അതേ നമ്മ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ആക്കിയ നമ്മുടെ ബെറ്റ ടാങ്ക് നമ്മ അതിലത്തെ പ്ലാന്റ് എടുത്ത് മാറ്റിയിട്ടാ, വേറെ ഒന്നല്ല വെറുതെ. പിന്നെ അതേ നമ്മുടെ പണ്ടത്തെ ബെറ്റ ടാങ്ക് അത് മാലികൊക്കെ പിടിച്ചു തുടങ്ങി, റീസ്റ്റോർ ചെയ്യാറായി വീണ്ടും. അതേ നമ്മുടെ ഫൈറ്റർ നന്നായിട്ട് അണങ്ങിയിട്ടാ നമ്മളായിട്ട് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുമ്പോൾ കൈൻ്റെ അടുത്തേക്കൊക്കെ വരും, നല്ല നല്ല ഇണക്കൊക്കെ ആയി. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ ഫാമിലേക്ക് നമുക്ക് കുറച്ച് ഗപ്പീസിനെ മേടിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ഗപ്പീനെ മേടിക്കാനായിട്ട് നമ്മുടെ ചേട്ടന്റെ കടയിലേക്ക് വന്നിട്ടാ. നമ്മ ഇവിടെ നിന്നാണ് മാക്സിമം നമ്മുടെ മീനുകളെല്ലാം മേടിക്കാറ്. അപ്പോൾ വായു നമ്മുടെ കടയിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, ഫ്രണ്ടിൽ തന്നെ വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിറച്ച് കളർ വീഡിയോസും പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലാണ്ടോ മെയിൻ സ്റ്റോക്കും കാര്യങ്ങളും വരുന്നത്, ഗപ്പീസൊക്കെ ഇവിടെയും. പിന്നെ ഇവിടെ വലിയൊരു അരോണൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെ വെട്ടിക്കണ പോലത്തെ ഒരു പിലോപ്പി ഉണ്ട്, ഹെവി സൈസ് ഉണ്ടോ, എൻ്റെ കൈയിൻ്റെ അത്ര ഉണ്ട്, നിറച്ച് സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കടയിലത്തെ നമ്മുടെ ചേട്ടൻ്റെ, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പൊ ചേട്ടാ എത്ര നാളായി ഇവിടെ കടയൊക്കെ തുടങ്ങിയിട്ട്? 2.5 വർഷമായിട്ടാ കടയൊക്കെ തുടങ്ങിയിട്ട്. വീട്ടില് മീനുകളുണ്ടോ? ആ, ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, വലിയ അലിഗേറ്റർ കാരനൊക്കെ കണ്ടിട്ടുണ്ട്. മോൺസ്റ്റർ ഫിഷ് ഒക്കെ ഇല്ലേ? അപ്പൊ നമ്മുടെ റോളക്സിന് എടുത്ത് നമ്മ ഇവിടെ നിന്നാണ്, നമ്മുടെ ചേട്ടന്റെ റോളക്സിന് എടുത്ത്. ഇപ്പൊ 1 ഫീറ്റിന് മേലെയായി പുലിവാഹ. അപ്പൊ ഇപ്പൊ നമ്മ വന്നത് ഗപ്പീസിന് എടുക്കാനാണ്. അലിഗേറ്റർ, അതെ അലിഗേറ്റർ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. വലുതൊക്കെ ഉണ്ട്. നമ്മ ഇപ്പൊ ഗപ്പീസിന് എടുക്കാൻ വേണ്ടി വന്നാണ്, ഫാം തുടങ്ങണ്ടേ. അപ്പൊ നമ്മുടെ ഏതൊക്കെ ഗപ്പീസാണ് ഉള്ളത്? ഫുൾ റെഡ് ഉണ്ടല്ലേ, പിന്നെ ഒരു ബ്ലാക്ക് പർപ്പിൾ ഒക്കെ ചേർന്നിട്ടുള്ള അതുണ്ട്. അപ്പൊ കൊറേ വെറൈറ്റി, അപ്പൊ കൊറേ വെറൈറ്റി ഫിഷുകൾ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നാടൻ വരാല് എടുക്കണ്ടല്ലോ, അത് അധികം കടകളിൽ കാണാറില്ല. അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. പലരും പറയാറുണ്ട് ഇങ്ങനെ, അതൊന്നും ആരും വാങ്ങിക്കില്ല, ഞങ്ങൾ എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറക്കി. അതാണ് ഇവിടെ ഒരു മാറ്റം വരണ്ടേ. അതന്നെ, പുറത്തില്ലാത്ത സാധനങ്ങളടക്കം നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടൂട്ടാ. അതാണ് ഈ നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഒരു 2 ജോഡി ഗപ്പീന് എടുക്കാം. പിന്നെ ഈ കടയ്ക്കുള്ള സൗകര്യത്തിന്റെ കുറവാണ്, ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കാൻ പ്ലാനിട്ടാണ്. ഞാൻ വെള്ളം കിട്ടാന്ന് വെച്ചാൽ കട ഇതിന്റെ അങ്ങനെ ഒതുങ്ങിയ ഒരു പ്രശ്നവും കൂടെ വരുന്നത്. വെന്റിലേറ്റർ, ഒരു ജനല അല്ലെങ്കിൽ ഒരു ഡോറ ഇല്ല. നമുക്ക് ഇതിലും കൂടുതലൊന്നും വിപുലീകരിച്ച് ചെയ്യാന്ന് എന്നാലും ഉള്ള സ്റ്റോക്കുകളെല്ലാം വെറൈറ്റി സ്റ്റോക്കുകളാണ്, ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 2 പേര് ഗപ്പീസിന് എടുക്കാം. അപ്പൊ അതേ ഫ്രണ്ട്സ്, ഇതാണ് നേരത്തെ പറഞ്ഞ അലിഗേറ്റർ കാറ്. അത്യാവശ്യം ഒരു 1 ഫീറ്റിന് അടുത്ത് ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ നാടൻ വരാല് വരുന്നത്. ഇത് 10 എണ്ണത്തിന് 80 രൂപ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആവശ്യക്കാരനെങ്കിൽ നമ്മളോട് പറയാ, നമ്മ കൊറിയറായിട്ടൊക്കെ അയച്ചു തരണായിരിക്കും. പിന്നെ അതേ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബെറ്റാസും ഉണ്ട്. നമ്മുടെ ബെറ്റേനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തേ. പിന്നെ ഇത് സീൻ സാധനം ഉണ്ടോ, വെള്ള നീലയും, ഇത് അതെ റെഡും പച്ചൊക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മ ഇതിന്നാട്ടാ ആദ്യത്തെ നമ്മുടെ ഒരു പേരിനെ എടുക്കാൻ പോണത്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ്ടാ നമ്മ വാങ്ങിച്ചേക്കണം മീനുകള്. ഇത് നമ്മുടെ സാന്റാക്ലോസും. ഇത് പേരറിയില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു, വയലറ്റും പച്ച കളറൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ബ്ലാക്ക് മീനെ നമ്മ അതിലാണ് ഇടണേ, കാരണം ഇതിലിട്ടാൽ നമുക്ക് കാണാൻ പറ്റില്ല മര്യാദയ്ക്ക്. പിന്നെ സാന്റാക്ലോസിന് ഇതിലിട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ടുണ്ട്, ഇറക്കി കൊടുക്കാൻ പോണ്ട. നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യണില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കടയായതുകൊണ്ട് വലിയ സീനൊന്നുമില്ല.
ഇറക്കി കൊടുക്കാൻ പോട്ടെ ഗൈസ്. അടിപൊളി. അപ്പോൾ നല്ല ലുക്കായിട്ട്. പിന്നെ അതേ അടുത്തായിട്ട് നമ്മുടെ ബ്ലാക്ക് മീനെ ഇറക്കി വിടാൻ പോണ്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു കുഞ്ഞു മീനെ ഫ്രീ തന്നിട്ട് ആള്. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമുള്ള ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഇതിനെയും അയച്ചുവിടാം. സീൻ കെട്ടിട്ട ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലൂസായി പോകുന്നുള്ളൂ. ഇതിനെ ഇറക്കിയിടാം. സൂപ്പർ. നമ്മൾ അതിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫാം നമ്മൾ റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞുമീൻ. ഇത് നമ്മുടെ സാന്റാക്ലോസും. അപ്പോൾ ഇനി നമ്മൾ അടുത്തടുത്ത വീഡിയോസിലായിട്ട് ഇവരുടെ അപ്ഡേഷനൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മിനി ബിഗ് ഫാമിങ് ചെയ്യാൻ പോണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. അപ്പോൾ എല്ലാവർക്കും ബൈ.